soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. നിത്യതയിലേക്ക് യാത്രയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ 2 വട്ടം വളരെ അടുത്ത് മാർപ്പാപ്പയുടെ കരം പിടിച്ച് ഗ്രീറ്റ് ചെയ്യാനും മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കാനും ദൈവാനുഗ്രഹം ലഭിച്ചത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ആദ്യത്തേത് 2014 വത്തിക്കാൻ ക്രിക്കറ്റ് ടീം രൂപീകരിച്ച് അതിൻ്റെ ആദ്യത്തെ പര്യടനം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി മാർപ്പാപ്പയുമായി പ്രത്യേകം ലഭിച്ച ഓഡിയൻസിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇതുപോലെ അടുത്ത് കാണാനും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കാനും ദൈവാനുഗ്രഹം ലഭിച്ചത്. രണ്ടാമത്തേത് 2021 നവംബർ മാസത്തിലാണ്. അഭിവന്യ ആൻ്റണി കരിയിൽ പിതാവും ബഹുമാനപ്പെട്ട ആൻ്റണി നരികുളം അച്ഛനും മാർപ്പാപ്പയെ കാണാനായി റോമിൽ വന്നപ്പോൾ അവരുടെ മീറ്റിങ്ങിന് തൊട്ട് മുമ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓഫീസിൽ കാണാനും ആശീർവാദം സ്വീകരിക്കാനും ദൈവാനുഗ്രഹം ലഭിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രം ഈ 2021 നവംബർ മാസം അഭിവന്യ കരിയിൽ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനായിട്ട് വന്നതാണ്. എന്തുകൊണ്ടാണ് അഭിവന്യ കരിയിൽ പിതാവ്, ആ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു, പ്രതിസന്ധിയിലായിരുന്നു. കോവിഡിൻ്റെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്ന സമയമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് അഭിവന്യ കരിയിൽ പിതാവ് മാർപ്പാപ്പയെ കാണാനായിട്ട്, ഫ്രാൻസിസ് പാപ്പായെ കാണാനായിട്ട് വന്നത് എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അഭിവന്യ കരിയിൽ പിതാവിനോട് സംസാരിച്ചിട്ടുള്ള സമയത്തും പിതാവ് റോമിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നതുകൊണ്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇതാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വലിയൊരു ക്വാളിറ്റി നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2021 നവംബർ മാസത്തോടെ സിറോ മലബാർ സിനഡ് എടുത്ത ഏകീകൃത കുർബാന അർപ്പണ രീതിയുടെ ആ തീരുമാനം, അത് നടപ്പിലാക്കാനായിട്ടെടുത്ത തീരുമാനം, അത് നടപ്പിലാക്കിയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ അജപാലന പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് ഈ രൂപതയെ ഏറ്റവും അടുത്ത് അറിഞ്ഞ കരിയിൽ പിതാവ് മനസ്സിലാക്കിയപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഈ രൂപതയെ രക്ഷിക്കാൻ വേണ്ടി കാനൻ 1538 ഉപയോഗിച്ച് ഒരു ഡിസ്പെൻസേഷൻ രൂപതയ്ക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് കരിയിൽ പിതാവ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അടുത്തും സിനഡിലും, അതിനെ തുടർന്ന് അന്നത്തെ ഡിക്കാസ്ട്രി ഫോർ ദ ഈസ്റ്റേൺ ചർച്ചസിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്ന കാർഡിനൽ സാന്ദ്രി പിതാവിൻ്റെ അടുത്തും ആന്റണി കരിയിൽ പിതാവ് താണ് കേണ് അപേക്ഷിച്ചതാണ്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള മറുപടി കിട്ടിയപ്പോഴാണ് കരിയിൽ പിതാവിൻ്റെ മനസ്സിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖം കടന്നു വന്നത്. ആടുകളുടെ മണമുള്ളവനായിരിക്കണം ഇടയൻ എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വചനങ്ങളും അതിനനുസരിച്ചുള്ള ജീവിതവും കണ്ടിട്ടുള്ള കരിയിൽ പിതാവിന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഇനി ആകെ സാധിക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കാണ്. അജപാലനപരമായിട്ടുള്ള ആഭിമുഖ്യവും ഏത് പ്രശ്നത്തിനും അജപാലനപരമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ള താല്പര്യവുമുള്ള ആടുകളുടെ മണമുള്ള ഇടയനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് അത് സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ആന്റണി കരിയിൽ പിതാവിനെ റോമിലേക്ക് അത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയത്തും യാത്ര ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിവന്യ കരിയിൽ പിതാവിൻ്റെ റോമിലേക്കുള്ള ആ പ്രതീക്ഷയോടുകൂടിയുള്ള യാത്ര അസ്ഥാനത്തായില്ല എന്നുള്ളത് നമുക്കറിയാം. റോമിൽ ചെന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ സാധിക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത്
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അജപാലനപരമായിട്ടുള്ള പ്രതിസന്ധികളെപ്പറ്റി വളരെ കൃത്യമായി ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് അജപാലനപരമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സഹായിക്കുകയാണ് ചെയ്തത്. അല്ലാതെ കരിയിൽ പിതാവ് പലരും പിന്നീട് പറഞ്ഞിട്ടുള്ളതുപോലെ സിറോ-മലബാർ സഭാ സിനഡിനെ കുറ്റപ്പെടുത്താനോ മേജർ ആർച്ച് ബിഷപ്പിനെ കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ അല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് പോയത്. ഈ പ്രശ്നത്തിന് അജപാലനപരമായിട്ടുള്ള ഈ പ്രതിസന്ധിക്ക് അജപാലനപരമായിട്ടുള്ളൊരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ക്യാനൻ 1538 അപ്ലൈ ചെയ്യാനായിട്ട് ആരും സമ്മതിക്കാത്തൊരു സാഹചര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് നിന്ന് അത് സാധിക്കുമെങ്കിൽ അതിനൊരു അനുവാദം വാങ്ങുന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് കരിയിൽ പിതാവ് അങ്ങോട്ട് പോയതും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടതും അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് ആ സമയത്ത് കാര്യങ്ങൾ വന്നതും ഡിസ്പെൻസേഷൻ കൊടുക്കാൻ സാധിച്ചതുമൊക്കെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ അജപാലന ആഭിമുഖ്യം പിന്നീടും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ലിറ്റർജി വിഷയത്തിൽ തന്നെ. 2024 അഭിമന്യ ബോസ്കോ പിതാവ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ ഒറ്റയ്ക്ക് കണ്ട സമയത്ത് പ്രശ്നങ്ങളൊക്കെ കുറെ കൂടെ രൂക്ഷമായിട്ട് ആയിരിക്കുന്ന സമയമാണ്. 2023 ഡിസംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ എന്നുള്ള രീതിയിൽ വന്ന വീഡിയോ മെസ്സേജിനും ശേഷമാണ് 2024 ബോസ്കോ പിതാവ് പരിശുദ്ധ പിതാവിനെ കാണുന്നത്. ബോസ്കോ പിതാവ് ആ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചതായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പ്രശ്നങ്ങൾ അജപാലനപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ വളരെ വിശദമായി വ്യക്തമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് വളരെ അനുഭാവപൂർവമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തത് എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്, ആ ഒരു തോന്നലോടുകൂടിയാണ് ആ മീറ്റിംഗ് കഴിഞ്ഞ് ബോസ്കോ പിതാവ് പുറത്തിറങ്ങിയത് എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി ഇവിടുത്തെ അജപാലന പ്രതിസന്ധികൾ എപ്പോഴൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് അജപാലനപരമായിട്ടുള്ള ഒരു ഉത്തരം നൽകാനായിട്ട്, ഒരു പരിഹാരം നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് കാരണം ആടിൻ്റെ മണമുള്ള ഒരു ഇടയനായിട്ട് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള അജഗണത്തിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ അടുത്തെറിഞ്ഞ് അവരുടെ ഇടയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധികളെപ്പറ്റി മറ്റുള്ളവർ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുമ്പിൽ പറയുമ്പോൾ അത് വളരെ എമ്പതിയോടുകൂടി കേൾക്കാനും ഉൾക്കൊള്ളാനും അതിന് അജപാലനപരമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാനും മാർപ്പാപ്പയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും ഈ പ്രശ്നങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോവാതിരുന്നതിന് കാരണം ഒരു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ അജപാലനാഭിമുഖ്യമുള്ള മനസ്സ് അത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ചുറ്റും നിന്നിരുന്ന ആളുകൾക്ക് അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് അത് അതേപടി പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കാതെ പോയതുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും. ചരിത്രം അതിൻ്റെ ഉത്തരം നൽകട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയാവുമ്പോൾ നമുക്കുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിളിയും വെല്ലുവിളിയും ആടിൻ്റെ മണമുള്ള ഇടയന്മാരായി ജീവിക്കുക എന്നുള്ളതാണ്.